ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ക് TC303A എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ കൺട്രോളറിൻ്റെ വയറിങ്ങും അതിൻ്റെ പ്രോഗ്രാമിങ്ങും അതിൻ്റെ അടങ്ങുന്ന അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ പ്രാക്ടിക്കൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. അതിൽ ഇതാണ് സെലക്ക് TC303A എന്ന് പറയുന്ന ടെമ്പറേച്ചർ കൺട്രോളർ. ഇതിനൊരു സെറ്റ് ബട്ടൺ ഉണ്ട്, അതേപോലെ ഒരു ഡൗൺ ബട്ടണ്, അതുപോലെ ഒരു അപ്പ് ബട്ടണ്. ഇതിൻ്റെ ഇനി ഇതിൻ്റെ റിലേ ഓൺ ആണോ ഓഫ് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു റിലേയുടെ ഒരു LED ലൈറ്റ് ഇതിലുണ്ട്. അതുപോലെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ, 3 ഡിജിറ്റ് 7 സെഗ്മെന്റ്. ഇനി ഈ സെറ്റ് ബട്ടന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്യാനും അതുപോലെ ഇതിലെ പാരാമീറ്റേഴ്സ് വാല്യൂ എൻ്റർ ചെയ്യാനുമാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു സെറ്റ് ബട്ടൺ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റ് ബട്ടണും അപ്പ് ബട്ടണോ ഡൗൺ ബട്ടണോ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു പാരാമീറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാരാമീറ്ററിൽ പോയിട്ട് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അപ്പ് ബട്ടണോ ഡൗൺ ബട്ടണോ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ പാരാമീറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ഇനി ഈ ഡൗൺ ബട്ടൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലെവൽ 1ലേക്ക് പോകാൻ, അതായത് ഇതിൽ 2 ലെവൽസ് ആയിട്ടാണ് പ്രോഗ്രാമിംഗ് കൊടുത്തിരിക്കുന്നത്. അത് പ്രോഗ്രാമിംഗ് ലെവൽ 1ലേക്ക് പോകുന്നതിന് 3 സെക്കൻഡ് നേരം ഈ ഡൗൺ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലെവൽ 1ലേക്ക് പോകും. അതുപോലെ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാൻ, വാല്യൂ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡൗൺ ബട്ടൺ യൂസ് ചെയ്യാം. അതുപോലെ അടുത്ത പാരാമീറ്ററിലേക്കോ അല്ലെങ്കിൽ മുമ്പത്തെ പാരാമീറ്ററിലേക്ക് പോകുന്നതിനായിട്ടും നമുക്ക് ഈ ഡൗൺ ബട്ടൺ യൂസ് ചെയ്യാം. ഇനി അപ്പ് ബട്ടൺ യൂസ് ചെയ്യുന്ന അപ്പ് ബട്ടന്റെ ഫംഗ്ഷൻ ഫംഗ്ഷന് പ്രോഗ്രാമിംഗ് ലെവൽ 2ലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് 3 സെക്കൻഡ് നേരം ഇത് അപ്പ് ബട്ടന്റെ ഫംഗ്ഷന് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനും അതേപോലെ നമുക്കിപ്പോൾ സെറ്റ് പോയിന്റ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ബട്ടണും ഈ അപ്പ് ബട്ടണും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോഗ്രാമിംഗ് ലെവൽ 2ലേക്ക് പോകുന്നതിനും 3 സെക്കൻഡ് നേരം അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലെവൽ 2ലേക്ക് പോകും. ഓക്കെ. പിന്നെ പിന്നെ പ്രോഗ്രാമിംഗ് മോഡിൽ നിന്ന് ഓൺലൈൻ മോണിറ്ററിംഗ് മോഡിലേക്ക് തന്നെ വരുന്നതിനായിട്ട് നമുക്ക് ഏത് ലെവലിലാണോ നമ്മളുള്ളത് ആ ലെവലിൽ എൻ്റർ ചെയ്ത ബട്ടൺ തന്നെ പിടിച്ച്, അതായത് ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലെവൽ 2ലാണ് നമ്മൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പ് ബട്ടൺ 3 സെക്കൻഡ് നേരം പ്രോഗ്രാമിംഗ് മോഡിൽ നിന്നും 3 സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മോണിറ്ററിംഗ് മോഡിലേക്ക് തന്നെ വരും. അതുപോലെ തന്നെ ഡൗൺ ബട്ടണും അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷന്. ഇനി ഇതിൻ്റെ വയറിങ് എങ്ങനെ ചെയ്യണമെന്നുള്ള അതിൻ്റെ ഒരു ഡയഗ്രാം ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഇതിൽ ടെർമിനൽ 1, 2 എന്ന് പറയുന്നത് ലൈന് ന്യൂട്രൽ കൊടുക്കാനുള്ള, അതായത് സപ്ലൈ ഇതിന് വേണ്ട വർക്കിംഗ് സപ്ലൈ കൊടുക്കാനുള്ള ടെർമിനലാണ് 1, 2 എന്ന് പറയുന്നത്. അതിൽ ലൈന് 1ലും, അതായത് ഫേസ് 1ലും ന്യൂട്രൽ 2ലും കൊടുക്കുക. അതുപോലെ പിന്നെ അടുത്തതാണ് തെർമോകപ്പിൾ നമ്മളെ ടെമ്പറേച്ചർ സെൻസർ കൊടുക്കാനുള്ള ടെർമിനൽ 10, 11, 12 എന്നുള്ള ടെർമിനലാണത്. അതിൽ 10, 11, 12 എന്നുള്ളത് 3 വയർ RTD ആണ് എന്നുണ്ടെങ്കിൽ 10, 11, 12ലും നമ്മൾ തെർമോകപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് 10ലും 11ലുമാണ് കൊടുക്കുന്നത്. 10ൽ പോസിറ്റീവും 11ൽ നെഗറ്റീവാണ് തെർമോകപ്പിളിൻ്റെ
തെർമോകപ്പിളിന്റെ പോസിറ്റീവ് 10-ലും തെർമോകപ്പിളിന്റെ നെഗറ്റീവ് 11-ലുമാണ് കൊടുക്കേണ്ടത്. അതുപോലെ പിന്നെ ഇതിന്റെ റിലേയുടെ അതുപോലെ ഇതിന്റെ റിലേയുടെ ടെർമിനലുകളാണ് ഇതിലെ റിലേയിൽ ഉള്ള ടെർമിനലുകളാണ് 8, 9 എന്ന് പറയുന്നത്. 9 കോമണും 8 അതിന്റെ NO ടെർമിനലുമാണ്. അത് നമുക്ക് പ്രാക്ടിക്കൽ വയറിങ്ങിലൂടെ ഇനി നോക്കാം. ഇനി ഇതിന്റെ വയറിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 1-ൽ ഫേസ് കൊടുത്തിട്ടുണ്ട്, 2-ൽ ന്യൂട്രലും കൊടുത്തിട്ടുണ്ട്. പിന്നെ 8, 9 കോമണും 8 NOയും ആയിട്ട് നമുക്ക് ടെർമിനൽ അവൈലബിൾ ആണ്. 7 അവൈലബിൾ അല്ല. 10-ൽ തെർമോകപ്പിളിന്റെ പോസിറ്റീവും 11-ൽ തെർമോകപ്പിളിന്റെ നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. തെർമോകപ്പിളിന്റെ പോസിറ്റീവും നെഗറ്റീവും സെൻസറിൽ കൊടുത്തിരിക്കുന്ന സെൻസറിൽ നിന്ന് എടുത്തിരിക്കുന്ന ഇതാണിത്. ഇനി നമുക്ക് ഇതിൽ സപ്ലൈ ഓൺ ആക്കാം. ഇതിന്റെ ഇപ്പോൾ ഇതിൽ റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള 29 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിക്കുന്നുണ്ട്. റിലേ ഓൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. റിലേ ഓൺ ആയിട്ട് കാണിക്കുന്നുണ്ട് മീൻസ് ആ LED ഓൺ ആയിട്ട് 6 എന്ന് എഴുതിയിരിക്കുന്ന ആ LED ഓൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. സെറ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് പോയിന്റ് എത്രയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഇനി ഇതിന്റെ പ്രോഗ്രാമിംഗ് ലെവൽ 1-ലേക്ക് പോകുന്നതിനായിട്ട് നമുക്ക് ഡൗൺ ബട്ടൺ 3 സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലെവൽ 1-ലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇൻപുട്ട് ചേഞ്ച് ചെയ്ത് നോക്കണമെന്ന് കരുതുക. ഇൻപുട്ട് ചേഞ്ച് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ലെവൽ 1-ലാണുള്ളത്. പ്രോഗ്രാമിംഗ് ലെവൽ 1-ൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ പാരാമീറ്ററുകളാണുള്ളത്. ഇൻപുട്ട് ചേഞ്ച് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ സെറ്റ് ബട്ടണും അപ്പ് ബട്ടണോ ഡൗൺ ബട്ടണോ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് J ടൈപ്പ് തെർമോകപ്പിൾ ആയതുകൊണ്ട് J ടൈപ്പിൽ തന്നെ വെക്കുകയാണ്. അടുത്ത പാരാമീറ്ററിലേക്ക് പോയിട്ട് അടുത്ത പാരാമീറ്റർ യൂണിറ്റ് എന്ന് പറഞ്ഞ പാരാമീറ്ററിലേക്ക് പോവുകയാണ്. അതിലേക്ക് പോയിട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞ പാരാമീറ്ററിൽ നമ്മൾ സെറ്റ് ബട്ടണും അപ്പ് ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ ഫാരൻഹീറ്റിലോ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത പാരാമീറ്ററിലേക്ക് പോവുകയാണ്. സെറ്റ് പോയിന്റ് ലോ, അത് -190 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുകയാണ്. സെറ്റ് പോയിന്റ് ഹൈ അടുത്ത പാരാമീറ്ററിലേക്ക് പോവുകയാണ്. അത് 750 കൊടുക്കുകയാണ്. അതേപോലെ പിന്നെ ആക്ഷൻ എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സ് നമുക്ക് ഫോർവേഡും റിവേഴ്സും ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സെറ്റ് ബട്ടണും അപ്പ് ബട്ടണും പ്രസ് ചെയ്തിട്ട് നമുക്കത് മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മൾ റിവേഴ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ആക്ഷന് റിവേഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത പാരാമീറ്റർ കൺട്രോൾ മോഡ്. അത് കൺട്രോൾ മോഡ് ഏതിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഓൺ ഓഫ് മോഡിലും ചെയ്യാൻ പറ്റും, ഒന്ന് PID മോഡിലും ചെയ്യാൻ പറ്റും. നമ്മൾ ഓൺ ഓഫ് മോഡ് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ബട്ടണും അപ്പ് ബട്ടണും പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൺ ഓഫിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഓൺ ഓഫിൽ തന്നെ വെച്ചിട്ട് അടുത്ത പാരാമീറ്ററിലേക്ക് പോവുകയാണ്. അടുത്ത റീസെറ്റ് നോ, ഇത് ഫാക്ടറി റീസെറ്റ് ചെയ്യണമെന്നുള്ള പാരാമീറ്ററാണ്. ഇത് S കൊടുത്തു കഴിഞ്ഞാൽ ഫാക്ടറി റീസെറ്റ് ആവും. ചെയ്തെല്ലാം ഫാക്ടറി റീസെറ്റ് ആയിട്ട് പാരാമീറ്റേഴ്സ് എല്ലാം മാറും. ഓക്കെ, ഇനി ഓൺലൈൻ മോഡിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് ഡൗൺ ബട്ടൺ 3 സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പം ഞാൻ സെൻസർ കൊടുത്തിട്ടില്ല, സെൻസർ ഞാനിതിൽ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് SBR അതായത് സെൻസർ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. 2-ലേക്ക് പോയി നോക്കാം. പ്രോഗ്രാമിംഗ് ലെവൽ 2-ലേക്ക് പോകുന്നതിനായിട്ട് അപ്പ് ബട്ടൺ 3 സെക്കൻഡ് നേരം പിടിച്ചു കഴിഞ്ഞാൽ 3 സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലെവൽ 2-ലേക്ക് പോകും. അതിലുള്ള പാരാമീറ്റേഴ്സാണ് ഹിസ്റ്ററിസിസും പിന്നെ അടുത്ത ഹിസ്റ്ററിസിസ് അടുത്ത ഒരു പാരാമീറ്ററാണ്. പിന്നെ അതുപോലെ ഹിസ്റ്ററിസിസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അപ്പ് ബട്ടണും സെറ്റ് ബട്ടണും അപ്പ് ബട്ടണോ ഡൗൺ ബട്ടണോ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പാരാമീറ്ററാണ് ഡിസ്പ്ലേ ബയാസ്.
ഡിസ്പ്ലേ ബയാസ് ഇനി ഈ പ്രോഗ്രാമിംഗ് ലെവൽ 2-ൽ നിന്നും പ്രോഗ്രാമിംഗ് ഓൺലൈൻ മോഡിലേക്ക് തന്നെ അല്ലെങ്കിൽ മോണിറ്ററിംഗ് മോഡിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനായിട്ട് അപ്പ് ബട്ടൺ 3 സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സെൻസർ ബ്രേക്ക് എന്ന് കാണിക്കുന്നുണ്ട്. സെൻസർ കൊടുക്കാത്തത് കൊണ്ടാണ്, സെൻസർ കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് സെൻസർ. ഇപ്പോൾ ഞാനിതിൽ സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സപ്ലൈ ഓൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കിട്ടുന്നത് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള 30 ഡിഗ്രി സെൽഷ്യസ് കിട്ടുന്നുണ്ട്. റിലേ ഓൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. സെറ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് എന്നും കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഹീറ്റർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കോണ്ടാക്ടർ വഴി ഹീറ്റർ ഓൺ ആക്കുന്ന ആ ഒരു സർക്യൂട്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. അതിന് പകരം ഞാൻ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഈ റിലേയുടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്കത് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് മൾട്ടിമീറ്റർ എടുത്തിട്ട് ഇപ്പോൾ റിലേ ഓൺ ആണ് എന്നുള്ളത്, അതായത് സെറ്റ് പോയിന്റ് 50 ഡിഗ്രി സെൽഷ്യസും നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ റിവേഴ്സ് ആക്ഷൻ ആണ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞ അതിൽ റിവേഴ്സ് എന്ന് പറഞ്ഞ പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിവേഴ്സ് ആക്ഷൻ ആണ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ റിലേ ഓൺ ആവും. അതായത് സെറ്റ് ടെമ്പറേച്ചറിനേക്കാൾ കുറവാണ് ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ ഇത് റിലേ ഓൺ ആവും. അങ്ങനെ ഇപ്പോൾ റിലേ ഓൺ ആയിട്ടുണ്ട്. അത് മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട് നമുക്ക്. അതതിൻ്റെ അർത്ഥം ആ പോളും അല്ലെങ്കിൽ ആ കോമണും NOയും തമ്മിൽ ഷോർട്ടാണ്, കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, റിലേ ഓൺ ആണ് എന്നാണ് നമുക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആ കോണ്ടാക്ടറും ഹീറ്ററും എല്ലാം ഉള്ള സർക്യൂട്ടാണ് നമ്മൾ കൊടുക്കുന്നതുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേ ഓൺ ആകുന്നത് വഴി ആ കോണ്ടാക്ടർ ഓൺ ആവുകയും കോണ്ടാക്ടർ ഓൺ ആയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിലുള്ള ഡയഗ്രാം ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ഡയഗ്രത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ആ കോണ്ടാക്ടർ ഓൺ ആയിട്ട് ഹീറ്റർ ഓൺ ആയിട്ട് ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കൂടിയിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ആവും. ഓക്കെ, അപ്പോൾ ഇനി അതാണ് റിവേഴ്സ് ആക്ഷനിൽ അങ്ങനെയാണ് നടക്കുന്നത്. കൺട്രോൾ ആക്ഷൻ റിവേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. സെറ്റ് ടെമ്പറേച്ചറിനേക്കാളും കുറവാണ് നമ്മൾ ആക്ച്വൽ ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ റിലേ ഓൺ ആവുകയും ഹീറ്റിംഗ് ആക്ഷൻ നടക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റ് പോയിന്റ് കുറച്ച് കൊടുത്തു നോക്കാം. 30 ഡിഗ്രി സെൽഷ്യസിലും താഴെ ആക്കി നോക്കാം. അതിനായിട്ട് സെറ്റ് ബട്ടണും ഡൗൺ ബട്ടണും പ്രസ് ചെയ്തിട്ട് സെറ്റ് പോയിന്റ് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ സെറ്റ് ബട്ടൺ ഇപ്പോൾ 37 നമുക്ക് ഇത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അപ്പും ഡൗണും ചെയ്യാണ്. ഇനി നമുക്ക് കുറക്കുകയാണ് വേണ്ടത്. അതിന് കുറക്കുന്നതിനായിട്ട് ഡൗൺ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സെറ്റ് ബട്ടണും പ്രസ് ചെയ്തിട്ട് സെറ്റ് ബട്ടണും ഡൗൺ ബട്ടണും പ്രസ് ചെയ്തിട്ട് 33, 32, 30, 29 ആയപ്പോൾ ഇത് റിലേ ഓഫായി. ഇനി സെറ്റ് വാല്യൂ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 28 സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 28 സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിലേ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ റിലേ ഈ കോമണിൻ്റെയും ഇപ്പോൾ നമുക്ക് കോമൺ ടെർമിനൽ റിലേയുടെ കോമൺ ടെർമിനലിൻ്റെയും NOയുടെയും കണ്ടിന്യൂറ്റി സ്റ്റാറ്റസ് നോക്കാം. അത് കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അതായത് റിലേ ഓഫ് ആണ് എന്ന് കൺഫേം ആക്കി. ഇനി സെറ്റ് പോയിന്റ് ജസ്റ്റ് കൂട്ടുകയാണ്. സെറ്റ് പോയിന്റ് കൂട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 30 കൂടുതലാണ് വെച്ച് 31
സെറ്റ് പോയിന്റ് കൂട്ടിയിട്ട് സെറ്റ് പോയിന്റ് 32 വെക്കുകയാണ്. അപ്പോൾ തന്നെ റിലേ ഓൺ ആയിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ കണ്ടിന്യൂറ്റി സ്റ്റാറ്റസ് നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ റിലേ ഓൺ ആണ് എന്ന് കൺഫേം ആക്കി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിവേഴ്സ് ആക്ഷനിൽ ഇത് ഒരു ടെമ്പറേച്ചർ. ഇനി നമ്മൾ പ്രോഗ്രാമിംഗ് ലെവലിൽ വണ്ണിൽ പോയിട്ട് ആക്ഷൻ എന്നുള്ളത് ഫോർവേഡ് ആക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. അതിനായിട്ട് ഡൗൺ ബട്ടൺ 3 സെക്കൻഡ് നേരെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിപ്പോൾ പ്രോഗ്രാമിംഗ് ലെവലിൽ വണ്ണിൽ വന്നിട്ടുണ്ട്. അതിൽ ആക്ഷൻ എന്ന് പറഞ്ഞ പാരാമീറ്റർ നമ്മൾ ഫോർവേഡ് ആക്കുകയാണ്. ഫോർവേഡ് ആക്കാൻ സെറ്റ് ബട്ടണും അപ്പ് ബട്ടണും പ്രസ് ചെയ്തു ഫോർവേഡ് ആക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ റിലേ ഓഫ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റിലേ ഓഫ് ആയിട്ടുണ്ട്. അതായത് സെറ്റ് പോയിന്റിനേക്കാളും കുറവാണ് ഈ ആക്ച്വൽ ടെമ്പറേച്ചർ സെറ്റ് പോയിന്റിനേക്കാളും കുറവാണ് ആക്ച്വൽ ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ ഇവിടെ റിലേ ഓഫ് ആവും. അതായത് കൂളിംഗ് ആക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ കൂളിംഗ് ആക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇപ്പോൾ ആക്ഷൻ ഫോർവേഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഓൺലൈൻ മോഡിൽ തന്നെ വരാം. അതിനു വേണ്ടിയിട്ട് ഡൗൺ ബട്ടൺ 3 സെക്കൻഡിലധികം പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള റൂം ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് ഇതിൽ. ഇനി ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ സെറ്റ് പോയിന്റ് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. റൂം ടെമ്പറേച്ചർ ആക്ച്വൽ നമ്മുടെ ടെമ്പറേച്ചർ പ്രോസസ് വാല്യൂ ഉള്ളത് 30 ഡിഗ്രി സെൽഷ്യസും 30 അല്ലെങ്കിൽ 29 മാറി ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. പിന്നെ അപ്പോൾ സെറ്റ് ടെമ്പറേച്ചറിനേക്കാളും കുറവാണ് ഈ ഫോർവേഡ് ആക്ഷനിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കൂളിംഗ് ആക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ടെമ്പറേച്ചറിനേക്കാളും കുറവാണ് പ്രോസസ് വാല്യൂ എന്നുണ്ടെങ്കിൽ റിലേ ഓഫ് ആവും. സെറ്റ് ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാണ് പ്രോസസ് വാല്യൂ എന്നുണ്ടെങ്കിൽ റിലേ ഓൺ ആവുകയും ചെയ്യും. ഈ ഫോർവേഡ് ആക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോളർ ഫോർവേഡ് ആക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വർക്ക്. ഇനി ഞാൻ ടെമ്പറേച്ചർ ഈ സെൻസർ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് സെൻസർ ഒരു ലൈറ്റർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ അത് സെറ്റ് ടെമ്പറേച്ചർ നമ്മൾ 35 ഡിഗ്രി സെറ്റ് പോയിന്റ് നമ്മൾ 35 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറ്റ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടി 35 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലായ ടെമ്പറേച്ചർ വന്നപ്പോൾ ഈ റിലേ ഓണായി. ഫോർവേഡ് ആക്ഷനാണ് നമ്മൾ കൊടുത്തത്. 35 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ വന്നപ്പോൾ റിലേ ഓണായി. ഈ ഹീറ്റിംഗ് ഒഴിവാക്കി കഴിഞ്ഞു. ഹീറ്റിംഗ് ഒഴിവാക്കിയിട്ട് 35 ഡിഗ്രി സെൽഷ്യസിലും താഴെ വന്നപ്പോൾ റിലേ ഓഫ് ആയതായിട്ടും കാണുന്നു. ഇങ്ങനെയാണ് ഫോർവേഡ് ആക്ഷനിൽ അല്ലെങ്കിൽ കൂളിംഗ് ആക്ഷനിൽ ഇത് ടെമ്പറേച്ചർ. ഇനി നമുക്ക് വീണ്ടും അത് റിവേഴ്സ് ആക്ഷനിൽ തന്നെ സെറ്റ് ചെയ്യാം. അതിനായിട്ട് പ്രോഗ്രാമിംഗ് ലെവൽ 1 പോകണം. പ്രോഗ്രാമിംഗ് ലെവൽ 1 പോകുന്നതിനായിട്ട് ഡൗൺ ബട്ടൺ 3 സെക്കൻഡ് കൂടുതൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലെവൽ 1 പോകും. പ്രോഗ്രാമിംഗ് ലെവൽ 1 വന്നതിന് ശേഷം നമുക്ക് ഈ ഇത് സെറ്റ് ചെയ്യാം. കൺട്രോൾ ആക്ഷൻ റിവേഴ്സ് എന്ന് പറഞ്ഞ് തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പാരാമീറ്റേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ബാക്കി പാരാമീറ്റേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതും അത് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ കൺട്രോളർ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാനത് റിവേഴ്സ് ആക്ഷനിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓൺലൈൻ മോഡിൽ തന്നെ വരികയാണ്. ഇപ്പോൾ സെറ്റ് ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസും റൂം ടെമ്പറേച്ചർ 31 ഡിഗ്രി സെൽഷ്യസും ആയതിനാൽ റിലേ ഓൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ലൈറ്റർ ഉപയോഗിച്ച് ഇത് സെൻസർ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ 35 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലായപ്പോൾ റിലേ ഓഫ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഹീറ്റിംഗ് ഒഴിവാക്കുമ്പോൾ 35 ഡിഗ്രി സെൽഷ്യസിലും താഴ്ന്നു വരുമ്പോൾ വീണ്ടും റിലേ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടെമ്പറേച്ചർ കൺട്രോളർ വർക്ക് ചെയ്യുന്നത്.
റിവേഴ്സ് ആക്ഷനിൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പാരാമീറ്റേഴ്സ് നോക്കാം. അടുത്ത പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഹിസ്റ്ററിസിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ലെവൽ 2 വരണം. പ്രോഗ്രാമിംഗ് ലെവൽ 2 വരാൻ വേണ്ടിയിട്ട് അപ്പ് ബട്ടൺ 3 തവണ സെക്കൻഡിലധികം പ്രസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ലെവൽ 2 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഹിസ്റ്ററിസിസ് ചേഞ്ച് ചെയ്യാൻ ഹിസ്റ്ററിസിസ് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഹിസ്റ്ററിസിസ് ഒരു 7 ഡിഗ്രി സെൽഷ്യസ് ആയി സെറ്റ് ചെയ്യുകയാണ്. ഹിസ്റ്ററിസിസ് എന്ന് സെറ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററിസിസ് എങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്നുള്ളത് അത് നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കാം. ടെമ്പറേച്ചർ നമ്മൾ ഒരു 42 ഡിഗ്രി സെൽഷ്യസ് ആയി സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സെറ്റ് ടെമ്പറേച്ചർ 42 ഡിഗ്രി സെൽഷ്യസ് ആയി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ 42 ഡിഗ്രി സെൽഷ്യസിലും കുറവാണ് നമ്മൾ ആക്ച്വൽ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ സെൻസർ ഡിറ്റക്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഇനി ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്തിട്ട് 42 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാവുമ്പോൾ റിലേ ഓഫായി. 42 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാകുമ്പോൾ റിലേ ഓഫായി. ഇനി ഞാൻ ഹീറ്റിംഗ് ഒഴിവാക്കുകയാണ്. ഇനി 40, 39 ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നുണ്ട്. 38, 37, 36. ഓക്കെ, 35 എന്ന് പറയുന്നത് 35ലും കുറഞ്ഞു കഴിഞ്ഞാൽ 35 ആവുമ്പോൾ എന്താവും? റിലേ ഓൺ ആവും. അതാണ് ഹിസ്റ്ററിസിന്റെ ഇമ്പോർട്ടന്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 42 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 7 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും റിലേ ഓണായി. 42 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 35 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ വീണ്ടും റിലേ ഓണായി. ഇനി റിലേ ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ വീണ്ടും 42 ഡിഗ്രി സെൽഷ്യസ് എത്തണം. ഹീറ്റ് 42 ഡിഗ്രി നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ ഹീറ്റർ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ റിലേ ഓൺ ആവുമ്പോൾ കോണ്ടാക്ടർ ഓണായി. നമ്മളെ ഡയഗ്രാം പ്രകാരമാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ടർ ഓണായി, ഹീറ്റർ ഓണായി, ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടി 42 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലായി കഴിഞ്ഞാൽ റിലേ ഓഫ് ആവുകയും ഹീറ്റർ ഓഫ് ആവുകയും അതുവഴി പിന്നെ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഹിസ്റ്ററിസ്. അടുത്ത പാരാമീറ്ററാണ് ഡിസ്പ്ലേ ബയാസ്. അതിനായിട്ട് ഡിസ്പ്ലേ ബയാസ് എടുക്കുന്നതിനായിട്ട് പ്രോഗ്രാമിംഗ് ലെവൽ 1 തന്നെ പോയിട്ട് ഓക്കെ, പ്രോഗ്രാമിംഗ് ലെവൽ 1 ഹിസ്റ്ററിസിസ് കഴിഞ്ഞ് അടുത്ത പാരാമീറ്റർ ഡിസ്പ്ലേ ബയാസ് എടുത്തു. ഡിസ്പ്ലേ ബയാസും ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സെറ്റ് ബട്ടണും അപ്പ് ബട്ടണോ ഡൗൺ ബട്ടണോ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേ ബയാസും ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ബയാസ് ഇപ്പോൾ ഒരു 5 എന്ന് സെറ്റ് ചെയ്യാണ്. നമ്മൾ ഇപ്പോൾ നമ്മളെ റൂം ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് 31 ഡിഗ്രിയോ 32 ഡിഗ്രി സെൽഷ്യസ് എന്തോ ആയിരുന്നു റൂം ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്, അതായത് ആക്ച്വൽ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഡിസ്പ്ലേ ബയാസ് 5 കൊടുത്തപ്പോൾ എന്തായി? 37 ഡിഗ്രി സെൽഷ്യസ് ആയി. ഇപ്പോൾ 31 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 36 ഡിഗ്രി സെൽഷ്യസ് ആയി. 5 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ട് 36 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഡിസ്പ്ലേ ബയാസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ. ഡിസ്പ്ലേ ബയാസ് എന്തിനാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി ഡിസ്പ്ലേ ബയാസ് നമുക്ക് മൈനസ് വാല്യൂ ആയിട്ടും സെറ്റ് ചെയ്യാം. അതായത് -5 എന്ന് വാല്യൂ ഒന്ന് കൊടുത്തു നോക്കാം നമുക്ക് ഡിസ്പ്ലേ ബയാസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഡിസ്പ്ലേ ബയാസ് ഇപ്പോൾ നമ്മൾ അത് -5 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മോഡിൽ വന്നു കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചർ കാണിക്കുന്നത് 26 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. നമുക്ക് ആക്ച്വലി ഉണ്ടായിരുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് 5 ഡിഗ്രി കുറഞ്ഞിട്ട് 26 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിക്കും. 31 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നിടത്ത് 5 ഡിഗ്രി കുറഞ്ഞിട്ട് 26 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ ഡിസ്പ്ലേ ബയാസ് 0 എന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ബയാസ് ഒന്നും കൊടുക്കാതെ 0 എന്ന് തന്നെ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചർ ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം.
ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് ഓൺലൈൻ മോഡിൽ വന്നു കഴിഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്, റൂം ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടെമ്പറേച്ചർ കൺട്രോളർ ഓൺ ഓഫ് മോഡിൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓൺ ഓഫ് മോഡിൽ ഒരു ടെമ്പറേച്ചർ കൺട്രോളറിൻ്റെ ഓൺ ഓഫ് മോഡിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ വയറിങ്ങും അതിൻ്റെ പ്രോഗ്രാമിങ്ങും അതിൻ്റെ എങ്ങനെ അത് ഓൺ ഓഫ് മോഡിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്, കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.